ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ വോളറ്റൈലായിട്ട് തന്നെയാണ് മാർക്കറ്റ് നിലകൊണ്ടത്. ഗ്ലോബലി നോക്കുകയാണെങ്കിലും ലോക്കലി നോക്കുകയാണെങ്കിലും ഒരുപാട് ന്യൂസുകൾ ഇന്നുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ആദ്യം US ഫെഡറൽ കോർട്ട് ട്രംപ് അദ്ദേഹത്തിൻ്റെ താരിഫ് നയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള റൈറ്റ്സ് ട്രംപിന് ഇല്ല എന്നുള്ളൊരു വിധി പ്രഖ്യാപിച്ചു. ഇതിനെതിരെ വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല, അപ്പീൽ പോകും. എങ്കിലും അത് വളരെയധികം പോസിറ്റീവായിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈവൻ US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല എങ്കിലും US ഫ്യൂച്ചർ ഏകദേശം 500+ പോയിന്റിൻ്റെ റാലിയിലാണ് ഉള്ളത്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ US Q1 റിസൾട്ട് വരികയാണ്. ആദ്യം NVIDIAയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ NVIDIA 5% ഒരു റാലി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച റിസൾട്ട് തന്നെയാണ്. അതുപോലെ US GDP ഡേറ്റ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വരും. അതാണ് ഗ്ലോബൽ മാർക്കറ്റ് കാത്തിരിക്കുന്ന മറ്റൊരു ഈവൻറ്റ്. ഇന്ത്യൻ GDP നാളെ 2 PM വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെയും USയുടെയും GDP ആയിരുന്നു ഈ ആഴ്ചയിലെ പ്രധാന ഈവൻറ്റ്. അതിൽ US GDP ഇന്ന് വൈകിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ ഇന്നത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഭാരത് രസായൻ Q4 വീക്കായിരുന്നു, സ്റ്റോക്ക് 9% ഫോൾ രേഖപ്പെടുത്തി. വാരിയസ് എനർജി Q4 മികച്ചതായിരുന്നു, സ്റ്റോക്ക് നിന്ന് 9% അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ Q4 റിസൾട്ട് ബലങ്ങൾ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ കൃത്യമായിട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ ട്രായുടെ പുതിയ റിപ്പോർട്ട് വന്നു. എയർടെൽ 1.7 lakh crores സബ്സ്ക്രൈബേഴ്സിന് ആഡ് ചെയ്തു. ജിയോ 26 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആഡ് ചെയ്തു. ഐഡിയ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ തവണയും 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ലൂസായിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും RBIയുടെ ഭാഗത്തു നിന്ന് ഒരു RBIയുടെ ആനുവൽ റിപ്പോർട്ട് ഇന്ന് RBI കൊണ്ടുവന്നു. ആ റിപ്പോർട്ടിൽ പ്രകാരം കുറച്ചധികം പോയിന്റുകൾ RBI പറഞ്ഞിട്ടുണ്ട്. വളരെ പോസിറ്റീവായുള്ള പോയിന്റുകളാണ്. ഇതിൽ ആദ്യത്തേത് ഇൻഫ്ലേഷൻ ഇനിയും കുറയും, RBIയുടെ ടാർഗറ്റ് ലെവലിലേക്ക് എത്തി നിൽക്കും, 4% എത്തും എന്നുള്ളതാണ്. GDP പ്രൊജക്ഷൻ 6.5% ആക്കി എന്നുള്ളതാണ് 2 മേജർ അപ്ഡേറ്റുകളുള്ളത്. ഇതിനിടെ ഇന്ത്യയുടെ നമ്മളുടെ RBI ഈ ജൂണിലുള്ള RBIയുടെ മോണിറ്ററി പോളിസിയിൽ മീറ്റിങ്ങിൽ 25 ബേസ് പോയിന്റ് ആക്കിയേക്കാം, ഓഗസ്റ്റിലും കട്ടാക്കിയേക്കാം എന്ന് റോയിട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ സർവേയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഇതാണുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിലുള്ള നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. FTSE UK മാർക്കറ്റ്, CAC 40 ഫ്രാൻസ് മാർക്കറ്റ്, DAX ജർമ്മൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായി സ്ലൈറ്റ്ലി പോസിറ്റീവായ രീതിയിൽ നിലകൊണ്ടു. ഇന്ന് ഇന്ത്യ വിക്സ് കാണാം, ഓൾമോസ്റ്റ് 10% ക്രാഷ് ചെയ്തു. ഇന്ത്യ വിക്സ് 16.26. അതുകൊണ്ട് തന്നെ വിക്സ് കൂൾ ഡൗൺ ആയതുകൊണ്ട് തന്നെ പ്രീമിയം എല്ലാം തന്നെ കൊളാപ്സായി. അപ്പോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഗുണകരമായി. ഡോ ഫ്യൂച്ചർ 382 പോയിന്റ് പ്ലസ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് 700 പോയിന്റ് പ്ലസ്, കോസ്പി കൊറിയ, ചൈന, X200 ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഗോൾഡിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, $3285 പെർ ഔൺസ്, ബ്രൻഡോയിൽ 65, ബിറ്റ്കോയിൻ 1,08,540 എന്ന നിലയിലാണ് നിൽപ്പ്. ഇനി നാളെ നമുക്കിനി എക്സ്പയറീസൊക്കെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണെങ്കിലും നമ്മളുടെ PCR അത്ര പോസിറ്റീവായ രീതിയിൽ വന്നിട്ടില്ല. PCR 0.7 ആണ്. സ്റ്റിൽ കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതൽ കാണാൻ സാധിക്കും. പക്ഷേ മാർക്കറ്റ് ഒന്ന് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഷോർട്ട് കവറിങ് റാലി എല്ലാം തന്നെ ഉണ്ടാവും. കാരണം അഡ്ജസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു എക്സ്പയറിൽ വെച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്ത സമയത്തെല്ലാം തന്നെ PCR 0.89, അതുപോലെ തന്നെ 25,000 എന്ന റേഞ്ചുകളിലൊക്കെ ഹ്യൂജ് കോൾ അഡീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 25,000 താഴെ തന്നെ അങ്ങനെ നിഫ്റ്റിയുടെ ക്ലോസിങ്ങും കണ്ടു. അപ്പോൾ ഈ തവണത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറെക്കുറെ ജസ്റ്റിഫൈ ആകുന്ന രീതിയിലായിരുന്നു പോക്ക്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നല്ല, വാർത്തകൾ മാത്രമാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, കൂടാതെ തന്നെ കമ്മോഡിറ്റി, ഇതെല്ലാം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പഠിക്കാം. ഓൺലൈനായിട്ട് പഠിക്കാം. കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് പഠിക്കാം. ഫസ്റ്റ് കമ്പനിയുടെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വറോക്ക് എഞ്ചിനീയറിംഗ് കമ്പനി, ഇവർ പ്രോഫിറ്റ് 63% ഫോളായി എന്നുള്ള ന്യൂസ്. സെഞ്ചുറി പ്ലേബോർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 34% ഫോളായെങ്കിലും റവന്യൂ 13% അപ്സൈഡ് ആയിട്ടുണ്ട്. ആൽക്കം ലാബ് കമ്പനി
ഇവർ നെറ്റ് പ്രോഫിറ്റ് 4% അപ്പായി എങ്കിലും സ്ട്രീറ്റ് എസ്റ്റിമേഷനോടൊത്ത് പ്രോഫിറ്റ് വന്നില്ല. 8 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ടെക്സ്മാക്കോ റെയിൽ കമ്പനി ഇവർക്ക് 140 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. വാഗൺ സപ്ലൈ ചെയ്തതിന് വേണ്ടിയുള്ള ഓർഡറാണ് ലഭിച്ചത്. ഏഷ്യൻ ഗ്രാനിറ്റോ കമ്പനി 8 കോടി രൂപ 2 കോടി രൂപ ലോസിൽ നിന്ന് 18 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി ഉയർന്നു. BCL ഇൻഡസ്ട്രീസ് 23 നിന്ന് 19 പ്രോഫിറ്റ് കുറഞ്ഞു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ കമ്പനി 116 നിന്ന് 300 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ISGEC ഹെവി എഞ്ചിനീയറിംഗ് കമ്പനി 84 നിന്ന് 98 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ക്യാമ്പക്സ് ആക്റ്റീവ് വെയർ 32 നിന്ന് 35 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മതേസൻ സുമി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:2. കൂടാതെ തന്നെ 1400 നിന്ന് 1050 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ കമ്പനി 90 നിന്ന് 220 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അർമാൻ ഫിനാൻഷ്യൽ സർവീസ് 50 കോടി രൂപയിൽ നിന്ന് 12 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ദി ഡെവലപ്മെന്റ് കമ്പനി 11 കോടി രൂപയിൽ നിന്ന് 31 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നാളെ രാവിലെയാണ് നമ്മുടെ പ്രീ മാർക്കറ്റ് സെക്ഷൻ. പ്രീ മാർക്കറ്റിൽ അപ്പോഴുള്ള സ്റ്റോക്കുകളിൽ വാർത്തകളൊക്കെ ആയിട്ട് വരാം. മാർക്കറ്റ് ഇന്ന് നമ്മൾ ഈ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ റെസ്പെക്ട് ചെയ്ത് ആണ് മാർക്കറ്റിൻ്റെ പോക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വളരെ അടുത്ത് തന്നെ നമുക്ക് സെൻസെക്സ് നമ്മളോട് വിട പറയും, നിഫ്റ്റി മാത്രമായിട്ട് ചുരുങ്ങും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൽ നിലനിൽക്കുക, ട്രേഡ് ചെയ്യുക, ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നോളജ് ഗെയിൻ ചെയ്ത് നമ്മൾ വളരെ സ്മാർട്ടായ ആളുകളുടെ ഒപ്പമാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും സ്മാർട്ടാവാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.